വളരെ സിമ്പിളായി എന്തുകൊണ്ട് നമ്മൾ തോറ്റു, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? മാത്രവുമല്ല, ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ട്രംപ് പഴയ ട്രംപ് അല്ല എന്ന് സൂചിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു ഒരു മാറ്റമുള്ള, കൂടുതൽ മെച്ചുവേർഡ് ആയിട്ടുള്ള ഈ വെസ്റ്റ് പാം ബീച്ചിലെ സ്പീച്ച് തന്നെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഈ എതിരാളിയെ കടന്നാക്രമിക്കുകയോ സാധാരണ ട്രംപ് പറയുന്നത് പോലെയുള്ള പരിഹാസങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പ്രസംഗമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട ട്രംപിനെയാണോ പ്രതീക്ഷിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോകം മൊത്തം ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം അമേരിക്കയ്ക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ ലോകത്തിനെ മൊത്തം അത് പനിയായി മാറും എന്നുള്ളത് പലർക്കും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന സമയം. കാര്യം പല കാരണങ്ങളുണ്ട്. ഒന്നാമത് നമുക്ക് ബൈഡൻ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം പരാജയപ്പെട്ടതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാമെങ്കിൽ, ഏത് പ്രസിഡൻസി ആണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു അമളി കാണും, ഏതെങ്കിലും ഒരു ബ്ലണ്ടർ കാണും. ഏത് പ്രസിഡന്റ് എടുത്ത് നോക്കിയാലും. പക്ഷെ ബൈഡൻ ഭരിച്ച 4 വർഷവും 4 ബ്ലണ്ടേഴ്സ് ആയിരുന്നു. അതാണ് പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, റഷ്യ യുക്രൈൻ വാർ പുള്ളിക്ക് പൂർണ്ണമായിട്ടും അത് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ പുള്ളി പരാജയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ശക്തനായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 2023 ഒരു ആക്രമണം നടക്കില്ലായിരുന്നു. അങ്ങനെ മിഡിൽ ഈസ്റ്റിന്റെ വാർ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായി, അത് സപ്ലൈ ചെയിനെ ബാധിച്ചു, സുയസ് കനാലിന്റെ ട്രാഫിക്കിനെ ബാധിച്ചു. അങ്ങനെ വളരെ സങ്കീർണമായ വിഷയങ്ങളാണ് ആ ഒരു വാർ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനും ഒരു പ്രതിവിധി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് ഏറ്റവും മോശമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അഫ്ഗാനിസ്ഥാൻ എന്ന് US ട്രൂപ്പിനെ പിൻവലിച്ച ആ ഒരു രീതി. ആർക്കെതിരെയാണോ അമേരിക്ക അഫ്ഗാനിസ്ഥാനി യുദ്ധം ചെയ്തത്, അവരെ അഫ്ഗാൻ രാജ്യം ഏൽപ്പിച്ചിട്ട് തോറ്റ് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത്രയും വർഷങ്ങളായിട്ട് അമേരിക്ക സ്വരൂപിച്ചു വെച്ചിരുന്ന ഡിഫൻസ് മെക്കാനിസം, ഡിഫൻസിന്റെ എല്ലാ കാര്യങ്ങളെയും അവർ കൈമാറിയിട്ടാണ് വന്നത്. അതിലും മോശമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, കാബൂളിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ അമേരിക്കയിലെ പല സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്കെതിരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടില്ല. അതിനകത്ത് എത്ര താലിബാൻകാരുണ്ട്, എത്ര ഹിസ്ബുള്ളക്കാരുണ്ട്, എത്ര ഹൗത്തീസ് ഉണ്ട്, എത്ര ISS ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വയ്യ. എല്ലാവരും അമേരിക്കയിലെ ഓരോ സിറ്റീസിലും ക്യാമ്പ് ചെയ്തേക്കുക. ഇത് എന്നാണ് ഇവർ പുറത്തോട്ട് വരികയും അമേരിക്ക ഇന്റേണൽ ആയിട്ട് എങ്ങനെ ഇത് അമേരിക്കയെ ബാധിക്കും എന്നുള്ള അറിയാൻ വയ്യ. അങ്ങനെ ഈ 4 വർഷവും വളരെ മോശമായ രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, ഇൻഫ്ലേഷനും എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇലക്ഷൻ അടുക്കാറായപ്പോഴത്തേക്കിന് കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുത്തി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഒരു ഭയങ്കര മോശമായ രീതിയിലാണ് ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡെമോക്രാറ്റ്സ് ചിലപ്പോൾ പറയും, മറ്റേ നാട്ടിലെ BJP പ്രവർത്തകർ പറയും, നമ്മുടെ 10 വർഷം മോഡി ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഇന്ന കാര്യം ശരിയായില്ല എന്ന് ചോദിക്കുമ്പം ജവഹർലാൽ നെഹ്റുവിനെ പഴിചാരി രക്ഷപ്പെടുന്നത് ഒരു അതേ അവസ്ഥയാണ്. കോവിഡിനെ പഴിചാരിയാണ് പല ആൾക്കാരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ആൾക്കാർ വിൽക്കാൻ വീടുകൾ ഇഷ്ടം പോലെ ധാരാളമായിട്ട് വിൽക്കാൻ അവൈലബിൾ ആണ്, മേടിക്കാൻ ആളില്ല. റിയൽ എസ്റ്റേറ്റ് വളരെ മോശമായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ പല രീതിയിലും, അതായത് ഇപ്പം ജോലി സംബന്ധമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ജനങ്ങൾ അതിന് ആ എതിർപ്പാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് പോലും പോപ്പുലർ വോട്ട്സിൽ മുന്നിൽ നിന്നിട്ടില്ല. ഇപ്രാവശ്യം അത് സംഭവിച്ചു. ഇലക്ട്രോളി വോട്ട് പോട്ടെ, പോപ്പുലർ വോട്ട്സ് പോലും ട്രംപ് മുമ്പിലായിരുന്നു. 50% ഹിസ്പാനിക് കമ്മ്യൂണിറ്റി വോട്ട് ചെയ്തിരിക്കുന്നത് ട്രംപിന് വേണ്ടിയിട്ടാണ്. അമേരിക്കൻ ഡയലോഗിന് വേണ്ടി പല ചർച്ചകൾക്കും വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിനെ വിളിക്കുമ്പം ഞാൻ അവിടെ അത്ഭുതപ്പെടുന്നത് കഴിഞ്ഞാൽ അതിൽ പല ആൾക്കാരും റിപ്പബ്ലിക്കൻസ് ആയി കഴിഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ റീസൺസ് എന്താണെന്നുള്ളത്. ആൾക്കാർ മാറി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ചെറിയാൻ ജേക്കബും ജോൺ പണിക്കരും പറഞ്ഞതുപോലെ ഇപ്പം അപ്പർ ഹൗസും ലോവർ ഹൗസും റിപ്പബ്ലിക്കൻസ് അടക്കി വാണോണ്ടിരിക്കുകയാണ്. അതായത് ഇതും ചരിത്രത്തിൽ വളരെ ചുരുക്കമായിട്ട് നടക്കുന്ന സംഭവമാണ്. ഇപ്പൊ ട്രംപ് ഭരണത്തിൽ വരുന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുമ്പം 2 സഭകൾ ഉൾപ്പെടുന്നതാണ് US കോൺഗ്രസ് എന്ന് പറയുന്നത്. അതും ഇപ്പം റിപ്പബ്ലിക്കൻസിന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു ഭീമമായ ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ നേടിയിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം. കാര്യം ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചപ്പോൾ പല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അടുത്ത 2 വർഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷമാണ്. ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആദ്യം പുള്ളി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പ്രാധാന്യം കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ എക്സിക്യൂട്ടീവ്സ് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഇനി കണ്ടറിയാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വേൾഡ് വാർ 3 രാജ്യം പൊക്കോണ്ടിരിക്കുമായിരുന്നു. ട്രംപിന്റെ കഴിഞ്ഞ 4 വർഷത്തെ ഒരു ഭരണവും അതിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇതും വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ആ 3rd വേൾഡ് വാർ ട്രംപിന് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ
ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്.